സർ, ഞാൻ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് സർ. അതെ, എത്തിക്കഴിഞ്ഞു സർ. ശരി. ശ്രീദാസ്, മാർത്താണ്ഡ വർമ്മയുടെ ഉടവാണ് മോഷണം പോയത്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാണല്ലോ. ആ കാര്യങ്ങളും ഗോപാലനാണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മൾ സംശയിക്കുന്നു. മ്യൂസിയം സെക്യൂരിറ്റിയുടെ ചുമതല സാറിനായിരുന്നല്ലേ? അതെ, ഈ ഉടമ വീണ്ടെടുക്കുന്ന ചുമതല എനിക്ക് തന്നെയാണ്. ശ്രീദാസനെ വിജയൻ, നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സാധാരണ പറഞ്ഞില്ല. ആ കാര്യങ്ങളും ഗോവാറിനെ പിടിക്കാൻ നിങ്ങൾ രണ്ടുപേരും അങ്ങ് അമേരിക്കയിലെ സാൻ ജോസിലേക്ക് പോകണം. അമേരിക്കയിലേക്ക് ഞങ്ങൾ അവിടെ ചിലപ്പോൾ അത് എനിക്കില്ലേ? നിനക്ക് ഞാൻ നമ്മുടെ അടുത്ത് പള്ളിപ്പല്ലുന്നാണല്ലോ വാങ്ങിച്ചത്. Get ready for the trip. All the best. Thank you.
അവന്റെ കളി മദ്രാശിയിൽ എത്രയോ പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കള്ളൻ എത്ര വലിയ പുള്ളിയായിരുന്നാലും അവൻ അവിടെ പോയി ഒളിച്ചിരുന്നാലും within 24 hours അവനെ ഞാൻ പൊക്കിയിരിക്കും. ഞങ്ങൾ പൊക്കിയിരിക്കും. ഞങ്ങൾ മിസ്റ്റർ ദാസൻ, എനിക്കൊരു ഐഡിയ. നമുക്ക് പഴയ പോലെ ഒരു മമ്മി ഡമ്മി ഇട്ട് നോക്കിയാലോ? എടാ വിജയ, തലയിരിക്കുമ്പോൾ വാലാടണ്ട. പക്ഷേ എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. ഒരു ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരന് പ്രീ ഡിഗ്രിക്കാരന് ഉപദേശം വേണ്ടല്ലോ. നമുക്ക് പണ്ടത്തെ പോലെ വേഷം മാറി നടന്നാലോ? ഉട നന്നാക്കാനുണ്ടോ? കോളേജിൽ പഠിക്കുമ്പോൾ ഹനുമാന്റെ വേഷം കെട്ടിയതിന് എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. വേഷം കെട്ടാതെ കയറിയിരുന്നെങ്കിൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. സുപ്പീരിയർ ഓഫീസറിനോടാണ് നിന്റെ കളി. ആ കള്ളൻ ഇവിടെ ഒന്നുമില്ല. കോൺസ്റ്റബിൾ വിജയൻ, come on, follow me. What's your name? My name is Jemohan. കുട്ടിക്കനെ ജേഠാ വിളിക്കാം. ജയനും സേനയും. What a nice combination. അയ്യോ, ചേട്ടന്റെ കാല് എന്ത് പറ്റിയതാ? അത് പിന്നെ ഞാൻ ബസ്സിലിരിക്കുമ്പോൾ കൈയൊന്ന് പുറത്തേക്ക് ഇട്ടതാ. അത്രമാത്രം. കൈ പുറത്തിട്ടാൽ എങ്ങനെയാ ചേട്ടാ കാല് മുറിയുന്നേ? അത് പിന്നെ വല്ല പെണ്ണുങ്ങളുടെയും പുറത്തേക്ക് കൈയിട്ടാൽ അവരുടെ ബോയ് ഫ്രണ്ട്സ് നോക്കി നിൽക്കും. ചേട്ടാ, ചേട്ടൻ എന്റെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് കുളിര് പോരുന്നു. ശരിക്കും പിന്നല്ലാതെ 30 നേരം ചാക്ക ചേട്ടാ കുളിര് പോരാത്തത്. അങ്ങോട്ട് നീങ്ങി നിൽക്കും. പാവം കുടിച്ച് കൂടിപ്പോയില്ലേ ചേട്ടാ. പിന്നെ ചേട്ടനെ കണ്ടപ്പോ തൊട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി എന്റെ മനസ്സിങ്ങനെ വെമ്പി നിൽക്കുമായിരുന്നു. എന്താന്നറിയോ, ചേട്ടനെ കണ്ടാലേ ഒരു സിനിമ നടന്ന പോലുണ്ട്. അതെയോ?
എന്റെ ഒരു കാര്യം എന്നെ സമ്മതിക്കണം. ഇനി പറയൂ സീമേ, ആരാണ് എന്നെ പഠിക്കുന്ന ആ ഭാഗ്യവാൻ? ചേട്ടനെ പോലെ തന്നെ. ആരെന്നറിയോ? ഓ, മമ്മൂട്ടി. അല്ല, അയ്യോ, മോഹൻലാൽ. നോ, സത്യം മാളരവിന്ദൻ. എന്താ ശരീരയോ? അക്കരെ ഇക്കരെ നിന്നാലിങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം. സീമേ, നിന്നെ കണ്ടാൽ ഒരു ഞവണിക്ക പോലെയുണ്ട്. ഈശ്വര, എനിക്ക് എന്തിനീ പെർഫെക്റ്റ് ബോഡി ഷേപ്പും ഇത്രയും സൗന്ദര്യവും വാരിക്കോരി തന്നു. ഓ പിന്നെ, നിന്നെ കണ്ടാൽ റോഡരികിൽ വെച്ച ഒരു ടാർവിപ്പ് പോലെയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും പിണങ്ങിയുണ്ടാവില്ലേ? പിണക്കം മാറ്റാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? നിന്നെ കണ്ട മാത്രയിൽ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. എന്റെ ലോകനാർക്കവിലമ്മേ, കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാ തോന്നുന്നേ. സീമേ ചേട്ടാ, ഒരു മൊത്തം പണിമൊത്തം ഉലകത്തെ സമ്മാനം എന്നെന്നും എൻ ചുണ്ടിൽ കരുതി ചെഞ്ചൊടിയിൽ പതയുന്ന അമുതുണ്ണാൻ കണ്ടെ കൊതിയുണ്ട്. അവരൊന്നിക്കുമോ എന്ന് പുഷ്പിക്കുമോ എന്റെ സ്വപ്നങ്ങൾ കൃഷ്ണ. ഈ ചേട്ടന്റെ ഒരു ഡാൻസ്, എന്തൊരു താളം, എന്തൊരു ബോധമില്ലായ്മ. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താന്നറിയോ, മുംതാസ് മരിച്ചപ്പോഴേ ഷാജഹാൻ താജ്മഹൽ ഹോട്ടലിൽ വരെ കെട്ടിക്കൊടുത്തു. ഞാൻ മരിച്ചോ ചേട്ടൻ എന്ത് കെട്ടും? കെട്ടുപടി കെട്ടും. ഞാൻ വല്ല ശീലയോ ഷക്കിലയോ കെട്ടി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അയ്യോ, കേരളത്തിൽ സീരീസ് വരുന്നു, വന്ന് കുളിക്കാം. വേണ്ട സീമേ, ഒളിക്കുന്നത് ഹീറുകളാണ്. നമുക്ക് ഓഡിയൻസ് വിടാം. എന്തെങ്കിലുമൊക്കെ നടക്ക്. നീ
എന്റെ വീട്ടിലുണ്ട് എന്റെ ഭാര്യ. അതിരിക്കട്ടെ, നീ എങ്ങനെ കാലിഫോർണിയയിലൊക്കെ എത്തിപ്പെട്ട്? എന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഞാൻ നേഴ്സാണെന്ന് കരുതി അടിച്ചോണ്ട് വന്നതാ. റിസപ്ഷൻ വന്നപ്പോ അയാളുടെ ജോലി പോയി, എന്നെ ഉപേക്ഷിച്ചിട്ട് അയാൾ പോയി. അന്നു മുതൽ ഞാൻ ഗോൾഡൻ ഗേറ്റ് പാർക്കിലെ നമ്പർ 3 പനയിലാണ് താമസം. അതിരിക്കട്ടെ, നീ പാതിരാത്രി കിടക്കുക. ഞാൻ കേരളത്തിലോട്ട് പോകാൻ SFO എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ. അതെ, എനിക്കൊരു സംശയമില്ലാതില്ല. നിങ്ങൾ ഈ കേരളത്തിലെ യക്ഷികളൊക്കെ എന്തിനാണ് എപ്പോഴും വെള്ളസാരിയൊക്കെ ഉടുക്കുന്നത്? അതൊക്കെ ഞങ്ങളുടെ അമേരിക്കയിലെ യക്ഷികളെ കണ്ടുപഠിക്കണം. അവരൊക്കെ എപ്പോഴും ടോപ്പീസിലും മിനിസ്കേറ്റിലും ഒക്കെ ആണ്. ഇവിടെ ഇപ്പോ മൂടിപ്പോച്ച് നടന്നിട്ടേ വിടുന്നില്ല. നിന്നെ പോലെ അമേരിക്കയിലെ മോഡേൺ ആയിട്ട് നടന്നാലേ ഞങ്ങൾക്ക് പനയിൽ പോലും ഇരിക്കാൻ പറ്റില്ല മോനെ. അല്ല, നിങ്ങളുടെ മുഖത്ത് എന്താ ഒരു പാട്? ഇതോ, അതൊക്കെ ഒരു വലിയൊരു ലോങ് സ്റ്റോറിയാണ്. കടപ്പാടാ. കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല, അപ്പൊ കിട്ടിയ പാടാ. അതിരിക്കട്ടെ, നിന്നെ കണ്ടിട്ട് നല്ല ഗുണപരിചയം. നീ ആ കായംകുളത്തെ ചെറിയ തമ്പുരാന്റെ മോളല്ലേ? അതെ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് പത്ര വായന തിരിച്ചാണ് പേപ്പർ പിടിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ പത്രം ഇങ്ങനെ അച്ചടിക്കുന്നു. അതിനോട് ആ കൊള്ളൻ പുതിയ മോഷണം നോക്കട്ടെ. നീ ഇങ്ങനെ ഇവിടെ പേപ്പർ വായിച്ചോണ്ടിരിക്കും. അവനെ പൊക്കാനുള്ള വല്ല വഴി ആലോചിക്കും. അല്ലെങ്കിൽ ആ മരങ്ങോടെ CID ഇൻസ്പെക്ടറോട് എന്തോ പറയും. എടാ വിജയ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. സംഭവം UK എന്നല്ലേ? UK അപ്പൊ ഇനി അവിടെ പോകണം. ശരി ശരി, എന്നാ നീ ഇരുന്നാലോചിക്കും, ഞാൻ ഇങ്ങോട്ട് കിടന്നാലും. എടാ വിജയ, വല്ലാതെ വിശക്കുന്നു. ആ ബാഗിൽ നിന്ന് ബന്നും പഴം കൊണ്ട് എടുക്കുക. ഈശ്വര, ആകപ്പാട് ഒരു പഴവേ ഉള്ളൂ, ബന്നൊക്കെ തീർന്നു. അതിന്റെ തൊലി പൊളിച്ച കഥ. ഓ
എന്നും യക്ഷി തന്നെയായിരിക്കും. ഇനി ബാക്കിയുള്ള പഴം കൂടി നിന്റെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് തിരികെ കയറ്റിപ്പോ. ദരിദ്രവാസി എന്നും ദരിദ്രവാസി. വിശന്നിട്ട് കണ്ണും മൂക്കും കാണാൻ വയ്യ. ഇതാ കള്ളൻ ചവച്ച ബബിൾഗമാണെന്നാ തോന്നുന്നു. ഇതൊരു തുമ്പാണ്. തുമ്പാണോ തുമ്പിയാണോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഒരു ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരന്റെ ബുദ്ധി സാധാ പ്രീ ഡിഗ്രിക്കാരനില്ലല്ലോ. പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി ഒന്നല്ലെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ. നമുക്ക് ഇതിനെ കൊണ്ടൊരു DNA ടെസ്റ്റ് നടത്തിയാൽ എന്തെങ്കിലും ആട്ടെ. അല്ലെങ്കിൽ വേണ്ട. ഇനി ആൾക്കൂടെ ഒരിത്തിരി മൂക്കിപ്പൊടിയാവണം. അത് വല്ലതും വലിച്ച് ഞാനിവിടെ വിശപ്പടക്കി കഴിച്ചോ. മുക്കുപൊടിയാ കുറച്ചും കൂടെ ഇതാ. ഓ, അവിടെയും ദരിദ്രവാസം. മുക്കുപൊടിയാണ് അത് മറ്റേ പൊടിയാണ്. വല്ലഭന് പുല്ലും ആയുധം എന്ന ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് വല്ലഭന് മൂക്കുപൊടിയും ആയുധം എന്ന് തിരുത്തി എഴുതിക്കൊണ്ട് CID ദാസന്റെയും CID വിജയന്റെയും ചൈത്രയാത്ര അങ്ങനെ വീണ്ടും തുടരുന്നു. ഈ നാടകത്തിൽ അഭിനയിച്ചവർ കള്ളൻ അജീഷ് നായർ, ദാസൻ സതീഷ് മേനോൻ, വിജയൻ ദുലീപ് പിള്ളൈ, ജയമോഹൻ അനിൽ നായർ, സീമന്തിനി പ്രിയ പിള്ളൈ, യക്ഷി